മോട്ടോർ പ്രിൻസിപ്പിൾ ആൻഡ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഏതായാലും കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് മൂവ് ചെയ്യും ആണല്ലോ. പിന്നെയോ കറണ്ടിൻ്റെ ഡയറക്ഷനോ ഫീൽഡിൻ്റെ ഡയറക്ഷനോ മാറുമ്പോൾ മോഷൻ്റെ ഡയറക്ഷൻ മാറും അല്ലേ? അങ്ങോട്ട് ഒഴുകുന്ന കറണ്ട് ഇങ്ങോട്ട് ഒഴുകിയാലോ അങ്ങോട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടായാലോ അവിടെ മൂവ് ചെയ്യുന്ന ആ കണ്ടക്ടറിൻ്റെ മോഷൻ്റെ ഡയറക്ഷൻ മാറും. അപ്പോൾ എങ്ങനെ ആ മോഷൻ്റെ ഡയറക്ഷൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എങ്ങനെയാണ് ആ കണ്ടക്ടറിൻ്റെ മോഷൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ ഉപയോഗിക്കുന്നത്. കറന്റ് എങ്ങോട്ടുമായിക്കൊള്ളട്ടെ, ഫീൽഡ് എങ്ങോട്ടുമായിക്കൊള്ളട്ടെ, ആ മോഷന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ലെഫ്റ്റ് ഹാൻഡ് റൂൾ 3 വിരലുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഫാദർ മദർ ചൈൽഡ്, സി കറന്റ്, ഫീൽഡ് ഫോഴ്സ്. കറന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഫോഴ്സ്, കറന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ തന്നെ പഠിക്കണം. അപ്പൊ ഇതിന്റെ എന്താ പറയുക, അർത്ഥം എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. കറന്റ് ഇങ്ങോട്ടും ഫീൽഡ് അങ്ങോട്ടുമാണെങ്കിൽ മോഷന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇനി കറന്റിന്റെ ഡയറക്ഷൻ മാറ്റി, കറന്റ് എങ്ങോട്ടാക്കി, അങ്ങോട്ടുള്ള കറന്റിനെ ഇങ്ങോട്ടാക്കി. അപ്പൊ മോഷൻ എങ്ങോട്ടാവും? എന്താക്കിയാൽ മതി, കറന്റിന് കറന്റിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ആക്കി. അപ്പൊ മോഷൻ എന്തായി? ഇങ്ങോട്ടായി. കണ്ട അങ്ങോട്ടുള്ള കറന്റ് ഇങ്ങോട്ടായി കഴിഞ്ഞാൽ, അതായത് കണ്ടക്ടർ ഇങ്ങനെയാണുള്ളത് എന്ന് വിചാരിക്കുക, കറന്റ് അങ്ങോട്ട് ഒഴുകുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങോട്ടാണ് ഇതിന്റെ മോഷന്റെ ഡയറക്ഷൻ? ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇനി ഞാൻ ഈ കണ്ടക്ടറിന് എന്താക്കിയെന്ന് അറിയോ? ഈ കണ്ടക്ടറിനെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചു. അപ്പൊ കറന്റ് ഇവിടുന്ന് ഇങ്ങോട്ട് ഒഴുകുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ കറന്റിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോഴെങ്ങോട്ടാണ് മോഷന്റെ ഡയറക്ഷൻ? അത് അങ്ങോട്ടാണ്. അതായത് ഈ കണ്ടക്ടറിന് അങ്ങോട്ട് മൂവ് ചെയ്യും. ഓക്കെ ആണോ? അപ്പോ കറന്റിന്റെ ഡയറക്ഷൻ അതേപോലെ ഫീൽഡിന്റെ ഡയറക്ഷൻ മാറുമ്പോൾ എങ്ങനെയാണ് മോഷന്റെ ഡയറക്ഷൻ മാറുന്നത് എന്ന് നമുക്ക് കുറച്ച് എക്സാമ്പിളുകളിൽ കൂടി പറയാം. ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, അത് കുറച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എഴുതുക. ഫൈൻഡ് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ഫൈൻഡ് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ. ആ കണ്ടക്ടറിന് ഞാനൊരു പേര് കൊടുക്കുന്നു, എ ബി. In the following cases, in the following cases. അപ്പൊ ഞാനുണ്ടല്ലടാ താഴെ കുറച്ച് പിന്നെ എന്താ പറയാ സിറ്റുവേഷൻസ് കാണിക്കാം. അവിടെ ഒരു എ ബി എന്നുള്ള കണ്ടക്ടർ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അവിടെ മോഷന്റെ ഡയറക്ഷൻ എന്താണ് എന്ന് നിങ്ങൾ പറയണം. ഓക്കെ അല്ലേ? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്ന്, ഇതാ എന്റെ മക്കളെ ശ്രദ്ധിക്കണേ. ഇതാ നോക്കിക്കോളൂ. ഇത് മാഗ്നറ്റിന്റെ ഒരു പോളാണ്. ഇത് വേറൊരു മാഗ്നറ്റിന്റെ വേറൊരു പോള്. ഓക്കെ, ഇത് ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടുണ്ട്, ബാക്കിയുണ്ട്, മാഗ്നറ്റിന്റെ ബാക്കി ഭാഗമുണ്ട്. ഓക്കെ, അതിന്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെയുള്ള ഈ മാഗ്നറ്റിന്റെ നോർത്ത് പോളാണ് ഇത്. ഓക്കെ, ഈ മാഗ്നറ്റിന്റെ ഇവിടെ വരക്കുന്നില്ല, ഞാനിവിടെ നോർത്ത് ഇവിടെ കാണിക്കുന്നു. ഈ മാഗ്നറ്റിന്റെ നോർത്ത് പോളാണ് ഇത്. സൗത്ത് പോളാണ് ഇത്. ഏത്
ഈ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ഇതിന്റെ സൗത്ത് ഇപ്പുറത്തുണ്ട്. അല്ലാതെ ഇങ്ങനെ വിചാരിക്കരുത്. ഒരു മാഗ്നറ്റിന് നമ്മളിതാ ഇങ്ങനെ എടുത്തു, ഒരു മാഗ്നറ്റ് എടുത്തു, അതിന്റെ നോർത്ത് ഇവിടെ സൗത്ത് ഇവിടെ, അതിനെ കട്ടാക്കി രണ്ട് ഭാഗമാക്കി, എന്നിട്ട് സൗത്തിന് ഇപ്പുറത്ത് വെച്ചു, നോർത്തിന് ഇപ്പുറത്ത്. അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയില്ല. ഒരിക്കലും ഒരു പോള് മാത്രമുള്ള മാഗ്നറ്റ് ഇല്ല കേട്ടോ, അത് ഓർമ്മയാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അപ്പോ ഇത് നോർത്ത് പോള്, അത് സൗത്ത് പോൾ. ഈ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ഇതിന്റെ സൗത്ത് ഇപ്പുറത്തുണ്ട്. ഇത് ഈ മാഗ്നറ്റിന്റെ സൗത്ത്, അതിന്റെ നോർത്ത് ഇപ്പുറത്തുണ്ട്. ഓക്കെ കുഞ്ഞുങ്ങളെ, എന്നിട്ട് എന്റെ മക്കളെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഞാൻ എന്താക്കിയെന്ന് അറിയാവോ? ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടറാണ് ഇതാണ് കണ്ടക്ടർ. നമ്മുടെ കണ്ടക്ടർ ഇതാണ്. ഓക്കെ, നമ്മുടെ എ ബി എന്നുള്ള കണ്ടക്ടർ ഇതാണ്. ഓക്കെ, ഇപ്പൊ ഇത് കണ്ടക്ടറാണ്. ആ കണ്ടക്ടറിൽ ഇപ്പൊ കറണ്ട് ഒന്നും പാസ് ചെയ്യുന്നില്ല. കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ കറണ്ട് പാസ് ചെയ്യുന്നൊന്നും അവിടെ വെച്ചിട്ടില്ലല്ലോ. ഇത് എ ബി എന്ന് പറയുന്ന കണ്ടക്ടറാണ്. ഇനിയാണ് മക്കളെ നോക്കോ, ഞാൻ ഇതിനൊരു സെല്ലുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഈ കണ്ടക്ടറിനെ ഞാൻ ഒരു സെല്ലുമായി ബന്ധിപ്പിക്കുന്നു. ഓക്കെ, ഇതാണ് സെൽ. ഇങ്ങനെയാണ് ഞാൻ സെല്ല് വെച്ചിട്ടുള്ളത്. ബാറ്ററിനെ ആയിക്കോട്ടെ, നന്നായിട്ട് കറണ്ട് പാസ് ചെയ്യട്ടെ. ഒരു സ്വിച്ച് ഞാൻ ഓൺ ചെയ്യും, അല്ല സ്വിച്ചും പ്ലേസ് ചെയ്യും. അപ്പൊ എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് ക്ലിയർ ആയില്ലേടാ? ഒരു മാഗ്നറ്റ് ഇവിടെ, ഒരു മാഗ്നറ്റ് ഇവിടെ, അതിന്റെ ഇടയിൽ ഇതാ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ പറയാം. ഇവിടെ വരച്ചിട്ടുള്ളത്, ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. അതിന്റെ നടുവില് ഒരു കണ്ടക്ടർ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഒരു സെല്ലുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, നേരെ ശ്രദ്ധിച്ചോ, ഈ സ്വിച്ചിങ്ങാരെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കറന്റ് ഇതിലേക്കൂടി ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഉറപ്പല്ലേ? കറന്റ് ഇതിലേക്കൂടി ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതെന്തായി? എ ബി എന്തായി? അത് കറന്റ് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറായി. എ ബി കറന്റ് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറായി. ആ കണ്ടക്ടറിൽ നമ്മൾ എവിടെയാണ് വെച്ചിട്ടുള്ളത്? മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചിട്ടുള്ളത്. ഇതാ രണ്ട് മാഗ്നറ്റിന്റെ ഇടയിൽ ഒരു ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ആ ഫീൽഡിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മോട്ടോർ പ്രിൻസിപ്പിൾ പ്രകാരം current carrying conductor placed in the magnetic field experience a force, it will move in the direction of force. അതായത് ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും ഒരു ഡയറക്ഷനിലോട്ട് ഇത് മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തണം. ഫൈൻഡ് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് എ ബി. അത് മുകളിലോട്ടാണോ, താഴോട്ടാണോ, റൈറ്റിലോട്ടാണോ, ലെഫ്റ്റിലോട്ടാണോ? ഓക്കെ, അതായത് ആ ഡയറക്ഷൻ ഞാൻ തൽക്കാലം ഇങ്ങനെ കാണിക്കുന്നു. ഇതിൽ ഏതാണ് നിങ്ങൾ പറയണം. മുകളിലോട്ടുള്ള ഡയറക്ഷൻ, മുകളിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പി ക്യൂ ഡയറക്ഷനിലോട്ടാണെന്ന് പറയണം. താഴോട്ടാണെങ്കിൽ ക്യൂ പി. ഇത് ഈ കണ്ടക്ടർ ഉണ്ടല്ലോ, ഈ കണ്ടക്ടർ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഇത് മുകളിലോട്ടാണെങ്കിൽ പി ക്യൂ, താഴോട്ടാണെങ്കിൽ ക്യൂ പി. ഇനി അങ്ങോട്ടെങ്കിൽ ഞാൻ ആർ എസ് എന്ന് സൂചിപ്പിക്കുന്നു, ഇങ്ങോട്ടാണെങ്കിൽ എസ് ആർ. അപ്പൊ നിങ്ങൾ കണ്ടെത്തണം എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തും? അതാണ് നിങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടതാണ്. എങ്ങനെ കണ്ടെത്തും? അത് കണ്ടെത്തേണ്ടത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം നമുക്ക് മോഷന്റെ ഡയറക്ഷൻ കണ്ടെത്തണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അറിയണം. ഒന്ന് കറന്റിന്റെ ഡയറക്ഷൻ അറിയണം, രണ്ട് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയണം. അപ്പോൾ മോഷന്റെ ഡയറക്ഷൻ കിട്ടും. നിങ്ങൾ പറയാം എങ്ങോട്ടാണ് കറന്റിന്റെ ഡയറക്ഷൻ? കറന്റ് ഒഴുകുന്നത് നോക്കുക. ഇങ്ങനെ വന്ന കറന്റ് ഇങ്ങനെ വന്നിട്ട് എങ്ങനെയല്ലേ ഒഴുകുന്നത്? ഇതാണ് കറന്റിന്റെ ഡയറക്ഷൻ. അതായത് ഇങ്ങോട്ടാണ് കറന്റിന്റെ ഡയറക്ഷൻ. കറന്റ് ഇങ്ങോട്ടാണ്, നിങ്ങളിലോട്ടാണ് കറന്റ് ഒഴുകുന്നത്. ഇനി ഫീൽഡ് അങ്ങോട്ടാണ്. കറന്റിന്റെ ഡയറക്ഷൻ കിട്ടി. ഇനെന്ത് വേണം? ഫീൽഡിന്റെ ഡയറക്ഷൻ മക്കളെ മറക്കാൻ പാടില്ല. ഫീൽഡ് എല്ലായ്പ്പോഴും നോർത്ത് നിന്ന് സൗത്തിലേക്കാണ്, നോർത്ത് ടു സൗത്ത്. അതായത് ഫീൽഡ് ഇവിടുന്ന് അങ്ങോട്ടാണ്. ഇതാണ് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇതാണ് കറന്റ്, ഇതാണ് ഫീൽഡ്. ഓക്കെ, ഞാനിനി ഉത്തരം പറയാണ്. എങ്ങനെ ഇതിൽ എങ്ങോട്ടാണ് നിങ്ങൾ കണ്ടെത്തണം.
ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം. അപ്പോൾ കറന്റിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്ന വിരൽ ഇതല്ലേ. എങ്ങോട്ടാണ് കറന്റ്? കറന്റ് ഇങ്ങോട്ടാണ്. ഇത് നോക്കുക, കറന്റ് ഇങ്ങോട്ടാണ്, ഫീൽഡ് അങ്ങോട്ടാണ്. അപ്പോൾ ഈ വിരൽ എങ്ങോട്ടാ? മുകളിലോട്ട്. മുകളിലോട്ട് എന്ന് പറഞ്ഞാൽ മോഷൻ മുകളിലോട്ടാണ്. ഓക്കെ, മുകളിലോട്ടാണ്. ഓക്കെ, അപ്വേർഡ് ഡയറക്ഷൻ ഓഫ് മോഷൻ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ആൻസർ? എന്താണ് ആൻസർ? ഇങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്, മുകളിലോട്ട് എന്ന് പറഞ്ഞാൽ PQ ഡയറക്ഷൻ. ഓക്കെ, മോഷൻ ഈസ് in PQ ഡയറക്ഷൻ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണത് കണ്ടെത്തിയത്? ഇത് വരക്കണമെന്നില്ല, ഇതിങ്ങനെ വരക്കണമെന്നില്ല, ഞാൻ വരക്കണമെന്നില്ല, അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരച്ചേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇത് വരക്കണമെന്നില്ല, നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വരക്കാം. അതിപ്പോൾ അപ്പുറത്തെ ഇപ്പുറത്തെ എവിടെയാണെങ്കിൽ വരച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ എങ്ങനെയാ ചെയ്തതെന്ന് കണ്ടല്ലോ. കറന്റിന്റെ ഡയറക്ഷനിൽ ഇത് ഈ വിരൽ കാണിച്ചു, ഈ എന്താ പറയുക വിരലിന് ഞാൻ പോയിന്റ് ചെയ്തു, പിന്നെ ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതിനെ പോയിന്റ് ചെയ്തു. അപ്പോൾ ഇതെങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്? അതാണ് മോഷന്റെ ഡയറക്ഷൻ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അതായത് ഞാൻ ഈ മാഗ്നറ്റിനെ വേണമെങ്കിൽ, നിർബന്ധമില്ല, ഈ മാഗ്നറ്റിനെ ഞാൻ ഇങ്ങനെ തിരിച്ചു വെച്ചു. അതായത് ഇവിടെ സൗത്ത് ആക്കി, ഇവിടെ നോർത്ത് ആക്കി. അപ്പൊ എന്താ സംഭവിക്കുക? കറന്റിന്റെ ഡയറക്ഷൻ മാറിയിട്ടില്ല, കറന്റ് അങ്ങോട്ട് തന്നെയാണ്, പക്ഷെ ഫീൽഡ് അങ്ങോട്ടാണ്. കറന്റ് ഇങ്ങോട്ട് തന്നെയാണ്, കറന്റ് ഇങ്ങോട്ട്, പക്ഷെ ഫീൽഡ് അങ്ങോട്ടല്ല, ഫീൽഡിന് ഇങ്ങോട്ടാണ് അല്ലെ. അപ്പൊ കറന്റിന്റെ ഡയറക്ഷനിൽ ഞാൻ ഇത് പോയിന്റ് ചെയ്തു, ഇതാണ് കറന്റ്, കറന്റ്. പക്ഷെ ഫീൽഡ് അങ്ങോട്ടാണ്, ഫീൽഡ് അങ്ങോട്ടാണ്, ഇതാണല്ലോ ഫീൽഡിനെ സൂചിപ്പിക്കേണ്ടത്. അപ്പൊ ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഇതിനെ പോയിന്റ് ചെയ്യുക. അപ്പോൾ കണ്ട മറ്റേ വിരൽ താഴോട്ടായി, അതായത് മോഷൻ താഴോട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ മോഷൻ താഴോട്ടായിരിക്കും. ഓക്കെ, ഇത് കറന്റ്, ഇത് ഫീൽഡ് ആണെങ്കിൽ ഇതാണ് മോഷൻ, താഴോട്ടായി. കണ്ട, കറന്റിന്റെ ഡയറക്ഷൻ മാറ്റാതെ ഫീൽഡിന്റെ ഡയറക്ഷൻ മാറുമ്പോൾ മോഷന്റെ ഡയറക്ഷൻ മാറി. അപ്പൊ ഏതെങ്കിലും ഒന്നിന്റെ ഡയറക്ഷൻ മാറിയാൽ മതി, അപ്പൊ തന്നെ മോഷന്റെ ഡയറക്ഷൻ മാറും. ഓക്കെ അല്ലേ? അപ്പൊ ഇത് നിങ്ങളൊന്ന് നോക്ക്, വിരലൊക്കെ വെച്ചിട്ടൊന്ന് നോക്ക്, ശരിയാവുന്നുണ്ടോന്ന് ശരിയാവുന്നുണ്ടോന്ന് നോക്കിയേ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഞാനെന്താ ചെയ്തത് മാഗ്നറ്റിന്റെ ഡയറക്ഷൻ മാറ്റി നോക്കിയതല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കറന്റിന്റെ ഡയറക്ഷൻ മാറ്റി നോക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കറന്റിന്റെ ഡയറക്ഷൻ, അതായത് ഈ കറന്റിന്റെ ഡയറക്ഷൻ എങ്ങനെ മാറ്റാം? സെല്ല് തിരിച്ചു വെച്ചാൽ മതി. അപ്പൊ അങ്ങോട്ടുണ്ടായ കറന്റ് ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ വിവിധ എന്താ പറയുക പിന്നെ അഡ്ജസ്റ്റ്മെന്റുകൾ കാണിക്കാം. അതായത് ഫീൽഡ് മാറ്റുന്നു, കറന്റിന്റെ ഡയറക്ഷൻ മാറുന്നു. ഈ രണ്ടും മാറുമ്പോൾ എന്ത് സംഭവിക്കും? മോഷന്റെ ഡയറക്ഷൻ മാറുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താ പറയുക ഇതൊക്കെ ചെയ്തിട്ട് കാണിക്കുന്നത്. ഒന്ന് നിങ്ങളെ വിരലൊക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കണം കേട്ടല്ലോ. അപ്പൊ ഇവിടെ കറന്റിന്റെ ഡയറക്ഷൻ മാറിയല്ലോ. അപ്പൊ ഈ കറന്റ് എങ്ങോട്ടാ? കറന്റ് അങ്ങോട്ടാണ്, ഇതാണ് കറന്റിന്റെ ഡയറക്ഷൻ. ഫീൽഡോ? ഫീൽഡ് ഇങ്ങോട്ടാണ്. അപ്പൊ ഇതിലേതാ കറന്റ്? ഇതല്ല കറന്റ്. കറന്റിന് എങ്ങോട്ടാ? അങ്ങോട്ട്. അപ്പൊ ഇതിനെ തിരിച്ചിട്ട് ഇതാ കറന്റ് അങ്ങോട്ട്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാ? ഫീൽഡ് അങ്ങോട്ട്. ഓക്കെ, അപ്പൊ ഫീൽഡ് അങ്ങോട്ട്, കറന്റ് ഇങ്ങോട്ട്, ഫീൽഡ് അങ്ങോട്ട്. അപ്പൊ മോഷൻ എങ്ങോട്ടാ? മോഷൻ മുകളിലോട്ട്. മനസ്സിലായോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രയാസമില്ല. ഒന്നാമത്തെ ചിത്രം വരയ്ക്കുക, എന്നിട്ട് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് എങ്ങോട്ടാണ് മോഷൻ എന്ന് കാണിക്കുക. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പൊ നിങ്ങളോട് സാധാരണ ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ട് ഇതാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഫൈൻഡ് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ. അപ്പോൾ സൈഡിൽ ഇതുണ്ട്. അപ്പൊ ഇത് നോക്കിയിട്ട് നിങ്ങൾ എങ്ങോട്ടാണ്, മുകളിലോട്ടാണെങ്കിൽ PQ, താഴോട്ടാണെങ്കിൽ QP, അതനുസരിച്ചിട്ട് ആൻസർ എഴുതുക. എന്നിട്ട് അവിടെ ഒരു സബ് ക്വസ്റ്റ്യൻ വരും, ഏത് ലോ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഇത് കണ്ടെത്തിയത്? ആ ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറയും. ഏതാണ് ലോ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. ആ ലോ അവിടെ സ്റ്റേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണ് കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് വരിക. മാഷ് ഇത് വായിക്കട്ടെ, ഇത് വായിച്ചിട്ട് അടുത്ത ചിത്രം വരക്കട്ടെ. ഓക്കെ, രണ്ടാമത്തെ ചിത്രം മാഷ് വരക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, 2
എന്ന് പറഞ്ഞാല് ഇതാ ഒരു മാഗ്നറ്റിന്റെ പീസ് ഞാൻ മുകളിൽ വെക്കുന്നു. ഇതാണ് മാഗ്നറ്റ്. ഓക്കെ ഓക്കെ. ഇത് വേറൊരു മാഗ്നറ്റിന്റെ പീസ്. മക്കളെ നന്നായി ശ്രദ്ധിക്കണം കേട്ടാ. ചിത്രമൊക്കെ പരമാവധി വൃത്തിക്ക് വരക്കാൻ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിത്രം വരക്കാനൊന്നും തരില്ല, ചിത്രം ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇത് മാഗ്നറ്റിന്റെ നോർത്ത് പോള്, ഇത് മാഗ്നറ്റിന്റെ സൗത്ത് പോള്. എന്നിട്ട് നേരെ ശ്രദ്ധിച്ചോ, ഇതിൻ്റെ ഇടയിൽ രണ്ട് കണ്ടക്ടറുകൾ. ഇതൊരു കണ്ടക്ടർ, ഇത് വേറൊരു കണ്ടക്ടർ. ഇതെങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇതൊരു കണ്ടക്ടർ, ഇത് വേറൊരു കണ്ടക്ടർ. ഈ രണ്ട് കണ്ടക്ടറുകൾ ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യും. ഒരു സ്വിച്ച്. ഓക്കെ. ബാറ്ററി ഇങ്ങനെയാണുള്ളത്. ഇതാ നിങ്ങൾക്ക് ഇതാ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണാം. ഇങ്ങനെ രണ്ട് കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. അവിടെ അപ്പുറത്ത് ബാറ്ററി വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. മുകളിൽ നോർത്ത് പോള്, ആ മാഗ്നറ്റിന്റെ നോർത്ത് പോള്, താഴെ സൗത്ത് പോള്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാവോ? ഇങ്ങനെ വെച്ചിട്ടുള്ള ഈ രണ്ട് കണ്ടക്ടറുകളുടെ മുകളിലായിട്ട് വേറൊരു കണ്ടക്ടർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെക്കുകയാണ്. ഇങ്ങനെ ഉരുണ്ടു പോകാൻ പറ്റുന്ന രീതിയിൽ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉരുണ്ടു പോകാൻ പറ്റുന്ന രീതിയിൽ വേറൊരു കണ്ടക്ടറിനെ ഞാൻ വെക്കുന്നു. ഇതാ ആ കണ്ടക്ടറിനെ ഞാനിതാ ഇങ്ങനെ കാണിക്കുന്നു. ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ AB എന്നുള്ള കണ്ടക്ടർ. ഇതാണ്. ഇപ്പൊ ഞാൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ നോക്കോ, നമ്മൾ ഇത് സ്വിച്ച് ഓൺ ചെയ്യാൻ വേണ്ടി പോവാം. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഉണ്ടാകും പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ഇങ്ങനെ ഒഴുകി വരണം. പോസിറ്റീവ് നിന്ന് കറണ്ട് ഒഴുകിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ അങ്ങോട്ട് പോകല്ല. കാരണം ഇവിടെ സർക്യൂട്ട് ഓപ്പൺ അല്ലേ, ഇതിലെ കൂടി വരുമല്ലോ. അപ്പൊ കറണ്ട് നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇതിലെ കൂടി കയറിയിട്ട് ഇങ്ങോട്ട് വരും. കണ്ട, ഇപ്പൊ ഇതെന്തായി? AB എന്തായി? AB കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ ആയിട്ട് മാറി. AB is a current carrying conductor and which is placed in between the magnetic field. കണ്ട, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയിലാണ് ഇപ്പൊ AB പ്ലേസ് ചെയ്തിട്ടുള്ളത്. AB വെച്ചിട്ടുള്ളത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയിലാണ്. So, according to motor principle, when this AB is placed, this AB is now a current carrying conductor and that AB is placed in between the magnetic poles. It will experience a force. നിങ്ങളോട് പറഞ്ഞു അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്. നേരത്തെ വെച്ച പോലെ തന്നെ ഞാൻ PQRS കാണിക്കുന്നു. അത് ഏതാണ് എന്ന് നിങ്ങൾ പറയണം. PQRS towards P ആണോ, towards Q ആണോ, അല്ല towards R ആണോ, അല്ല towards S ആണോ? അങ്ങോട്ട് ഇങ്ങോട്ട് ഇതിലേതാണ് എന്ന് പറയണം. നോക്കാം, അവിടെയും നമ്മൾ ഫ്രണ്ട്സ് ലെഫ്റ്റ് ഹാൻഡ് പോലെ തന്നെ നോക്കാം. എന്താ ഇപ്പൊ പ്രയാസം? എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതാ ആ കറണ്ടിന്റെ ഡയറക്ഷൻ ഒക്കെ കാണിക്കാണ്. ഇത് നിങ്ങളെ വരക്കണമെന്നില്ല. ഇനി ഞാൻ വരക്കാൻ പോകുന്നത് വേണമെങ്കിൽ വരക്കാം. ഓക്കെ, പിന്നീട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിരൽ വെച്ചിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്യാവുന്നത്. കറണ്ട് എങ്ങോട്ടാ? കറണ്ട് ഇങ്ങോട്ടാണ്. ഇതാ കറണ്ടിന്റെ ഡയറക്ഷൻ. ഇനി ഫീൽഡ് എങ്ങോട്ടാ? ഫീൽഡ് എപ്പോഴും നോർത്ത് സൗത്തിലോട്ട്. അപ്പൊ ഇവിടെ ഫീൽഡ് എങ്ങോട്ടാ? ഫീൽഡ് താഴോട്ടാണ്. ഇതാണ് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ നോക്ക്, അപ്പൊ ഇനി നമുക്ക് വിരല് വെക്കാം. ഇത് മാറിക്കൂടാ, കൈമാറിക്കൂടാ. ഏതാണ്? ഇതാണല്ലോ കറണ്ട്. കറണ്ട് എങ്ങോട്ടാ? കറണ്ട് ഇങ്ങോട്ട്. ഫീൽഡോ? ഫീൽഡ് താഴോട്ട്.
അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ പിടിക്കണം. കണ്ട, കറണ്ട് ഇങ്ങോട്ട്, ഫീൽഡ് താഴോട്ട്. അപ്പോൾ ഈ വിരൽ എങ്ങോട്ടാണത്? ഇങ്ങോട്ട്. ഇതാ ഇങ്ങോട്ട് തെറ്റിക്കൂടാ. കറണ്ട് ഫീൽഡ് ഈ വിരൽ ഇങ്ങോട്ട്, ഇങ്ങോട്ട് ടുവേർഡ്സ് ആർ, ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുക. ഓക്കെ, അതായത് ഇതാ ഈ ഭാഗം, ഇതാണ് മോഷന്റെ ഡയറക്ഷൻ. അതായത് ടുവേർഡ്സ് SR, ടുവേർഡ്സ് SR. ആൻസർ ടുവേർഡ്സ് SR, ടുവേർഡ്സ് SR or in the direction of SR. മനസ്സിലായ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ കാറിന്റെ ഒക്കെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് നോക്കിക്കോ. ഞാൻ ഫീൽഡിന്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റി വെക്കുന്നു. ഓക്കെ, ഇപ്പൊ അങ്ങോട്ടല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ അല്ല, ഫീൽഡിന്റെ ഡയറക്ഷൻ മാറ്റിയാൽ ഇങ്ങോട്ട് മൂവ് ചെയ്യും. എന്തായാലും മൂവ് ചെയ്യും. നോക്കാം, കിട്ടുന്നു നോക്കാം നമുക്ക്. ഇത് സൗത്തും ഇത് നോർത്തും ആക്കുന്നു. കറണ്ട് ഇങ്ങോട്ടാ, കറണ്ട് ഇതാ ഇങ്ങോട്ട്, കറണ്ട് ഇങ്ങോട്ട്, ഫീൽഡ് മുകളിലോട്ട്, നോർത്ത് ടു സൗത്ത്. കൊണ്ടുവാ, വിരല് കൊണ്ടുവാ. ഓക്കെ, കറണ്ട് ഫീൽഡ്, കറന്റ് ഫീൽഡ്, മോഷൻ. അതായത് അങ്ങോട്ട് നേരത്തെ പോയ ബോഡി ആ കണ്ടക്ടറിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇതാണ് മോഷന്റെ ഡയറക്ഷൻ. കണ്ടാ? അപ്പൊ ഇത് കൂടി ഒന്ന് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റും നോക്കിയ വിരലൊക്കെ വെച്ചിട്ട് പറ്റുന്നുണ്ട് അല്ലേ? കുഴപ്പമില്ല അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാമല്ലോ. മൂന്നാമത്തത്, ഇത് കുറച്ച് ചിത്രം വരക്കാൻ കുറച്ച് പ്രയാസമുള്ളതാണ്. ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നുകൂടി എന്താ പറയുക, ആ സംഗതി ടോപ്പിക് ഒന്ന് നന്നായിട്ട് മനസ്സിലാവും. ഞാനൊരു പ്രത്യേക തരത്തിലുള്ള മാഗ്നറ്റ് ആണ് എടുക്കുന്നത്. നോക്കാം, ഒരു പ്രത്യേക തരത്തിലുള്ള മാഗ്നറ്റ്. ഓക്കെ, മാഗ്നറ്റാണ് വരക്കുന്നത് കേട്ടോ. നമ്മുടെ മാഗ്നറ്റാണ് മാഷ വരക്കുന്നത്. ഒരു സ്പെഷ്യൽ ടൈപ്പിലുള്ള ഒരു മാഗ്നറ്റാണ്. ഓക്കെ, ഏകദേശമായി നമ്മുടെ മാഗ്നറ്റ് ഏകദേശം ആയിക്കൊണ്ട് വരികയാണ്. ഇതാണ് നമ്മുടെ മാഗ്നറ്റ്. ഓക്കെ, ഇതെന്ത് മാഗ്നറ്റ് ആണ് മാഷെങ്കിൽ ഒരു സംശയം വരാം. ഇതൊരു മാഗ്നറ്റിക് പീസാണ്. ഓക്കെ, ഈ മാഗ്നറ്റിന്റെ നോർത്ത് പോളാണ്. ഓക്കെ, ഇതിന്റെ സൗത്ത് പോളാണ്. ഇനി ഞാൻ എവിടെയാണ് കണ്ടക്ടർ വെക്കാൻ പോകുന്നത് നോക്കോ. നമ്മളെ കണ്ടക്ടർ വെക്കാൻ പോകുന്ന എവിടെ നോക്കോ. ഇതാണ് നമ്മുടെ കണ്ടക്ടർ AB. കണ്ടാ, ആ രണ്ട് മാഗ്നറ്റിക് പീസുകൾക്കിടയിലായിട്ട് ഞാൻ എന്റെ കണ്ടക്ടറിനെ വെച്ചു. ഓക്കെ, ഈ രണ്ട് മാഗ്നറ്റിക് പോളുകൾക്കിടയിലായിട്ട് ഞാൻ എന്റെ കണ്ടക്ടറിനെ പ്ലേസ് ചെയ്തു. ഓക്കെ, ഈ കണ്ടക്ടറിനെ ഞാൻ ഇനി ശ്രദ്ധിച്ചോ, ഞാൻ രണ്ട് സ്പ്രിങ്ങുകളിലായിട്ട് കണക്ട് ചെയ്യും. ഇതൊരു സ്പ്രിങ്,
ഇത് വേറൊരു സ്പ്രിങ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനെ ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യും. ഞാൻ ഇതിനെ ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതാണ്, ഇവിടെയാണ് നമ്മൾ ബാറ്ററി വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു സ്വിച്ചും ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ എ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിലെ കൂടി കറണ്ട് പോകുന്നുണ്ടോ? ഇല്ല. ഞാൻ ഈ സ്വിച്ചിങ്ങാനും ഓൺ ചെയ്താൽ കുഞ്ഞുമക്കളെ തീർച്ചയാണ് എന്താണ് ഇതിലെ കൂടി കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. Now AB become a current carrying conductor and that AB is placed in between a magnetic field. The magnetic field ഇടയിലാണ് എന്ത് വെച്ചിട്ടുള്ളത്? AB പ്ലേസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോട്ടോ പ്രിൻസിപ്പിൾ പ്രകാരം there will be a force on this AB and as a result it will move in the direction of force. Then what will be the direction of force? And that is given by Lenz's left hand rule. കണ്ടുപിടിക്കണ്ടേ? നോക്കിക്കോ. അപ്പൊ ഇവിടെയും നമുക്ക് ആ PQRS ആണ് കേട്ടോ. PQRS. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ പറയണേ, എന്താ ഇപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ കറണ്ട് ഇപ്പോൾ ഒഴുകുന്നത്? ഇതാണല്ലോ പോസിറ്റീവ് നെഗറ്റീവ്. അപ്പൊ പോസിറ്റീവ് ഇങ്ങനെ വന്ന കറണ്ട് ഇങ്ങനെയാണ് ഒഴുകി വരുന്നത് അല്ലെ? അപ്പൊ ഏതിലെ കൂടി കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? കറണ്ട് ഒഴുകുന്നത് ഇപ്പോൾ ഇങ്ങോട്ടാണ്. ഇതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഇനി ഫീൽഡ് എങ്ങോട്ടാ? ഫീൽഡ് നോർത്ത് നിന്ന് സൗത്തിലോട്ടാണ്. നോർത്ത് ഇവിടെ, സൗത്ത് ഇവിടെ. അപ്പൊ ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. ഇതാണ് ഫീൽഡിന്റെ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങോട്ട് മൂവ് ചെയ്യും? നോക്കിക്കോ, എടുക്ക്. അല്ല, ഇതല്ല. ഇത് കൈമാറാൻ പാടില്ല എന്താ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണല്ലോ കറണ്ട് എങ്ങോട്ടാ? ഇങ്ങോട്ടല്ല, അങ്ങോട്ട്. കറണ്ട് അങ്ങോട്ട്. ഫീൽഡ് ഇങ്ങോട്ട്. ഇതാ ഇങ്ങനെ തിരിഞ്ഞു. കറണ്ട്, ഫീൽഡ്, then motion മുകളിലോട്ട്. നോക്കണേ നിങ്ങൾക്ക് നല്ല പ്രയാസമുണ്ട്. ഇത് ആ വിരലുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചോ എങ്കിൽ നിങ്ങൾക്ക് ഈ സംഗതി ഈസിയായി നിങ്ങൾ വിജയിച്ചു. ഇതാണ് ഇവിടെ മോഷന്റെ ഡയറക്ഷൻ. ഓക്കെ, അതായത് ടുവേഴ്സ് QP ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ഇങ്ങനെ ആക്കിക്കൂടാ. ഇങ്ങനെ ആക്കിയിട്ട് ഏത് മനസ്സിലാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും. QP. ഓക്കെ, അപ്പോ മുകളിലോട്ടായാൽ എന്ത് സംഭവം? ഈ സ്പ്രിങ് എന്താവും? സ്പ്രിങ് വിൽ ഇലോങ്ങേറ്റ്. ആ സ്പ്രിങ് മുകളിലോട്ട് വലിഞ്ഞു പോകും. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സ്പ്രിങ് വിൽ ഇലോങ്ങേറ്റ്. മുകളിലോട്ട് വരും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയാ മനസ്സിലാക്കാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫീൽഡിന്റെ ഡയറക്ഷനോ കറണ്ടിന്റെ ഡയറക്ഷനോ മാറ്റി നോക്കാം. നേരത്തെ ചെയ്തതുപോലെ ഫീൽഡിന്റെയോ കറണ്ടിന്റെയോ ഡയറക്ഷൻ മാറ്റി നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഫീൽഡിന്റെയോ കറണ്ടിന്റെയോ ഡയറക്ഷൻ മാറുമ്പോൾ സംശയം വേണ്ട, ഉറപ്പായിട്ടും അവിടെ മോഷന്റെ ഡയറക്ഷൻ മാറും. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് പറയാം. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. സമയം ഒന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ട് മാഷേ ചിത്രമൊന്ന് ഡയറക്റ്റായിട്ട് ബോർഡിൽ വരച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അവിടെ വരക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്താ പറയുക സമയം പോയി പോകും. അതുകൊണ്ട് ഡയറക്റ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. അവിടെ AB എന്ന് പറയുന്ന കണ്ടക്ടർ, ആ ചുവന്ന നിറത്തിൽ കാണുന്നുണ്ടല്ലോ, AB എന്ന് പറയുന്ന കണ്ടക്ടറിനെ ആ സ്റ്റാൻഡിൽ 2 സ്പ്രിങ് ഉപയോഗിച്ച് തൂക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ABയെ ഒരു സർക്യൂട്ടുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്.
കുഞ്ഞുമക്കൾക്ക് ക്ലിയർ ആകുന്നുണ്ടല്ലോ. ABയെ ഒരു സർക്യൂട്ടുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു ബാറ്ററി വെച്ചിട്ടുണ്ട്, ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുഞ്ഞുമക്കളോടുള്ള ക്വസ്റ്റ്യൻ ആണ്, ആ സ്വിച്ച് എങ്ങാനും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളവിടെ സൈഡിൽ PQRS കാണിക്കണം. ഇത് നിങ്ങൾക്കൊരു ഹോംവർക്ക് പോലെ എടുത്താൽ മതി. PQRS കാണിക്കുക. ആ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് കറണ്ട് ഒഴുകുക? എയിൽ നിന്ന് ബിയിലോട്ട് കറണ്ട് ഒഴുകും അല്ലേ? എയിൽ നിന്ന് ബിയിലോട്ട് കറണ്ട് ഒഴുകും അല്ലേ? പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയാൽ എയിൽ നിന്ന് ബിയിലോട്ട് കറണ്ട് ഒഴുകും. അപ്പോൾ ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒന്ന് കാണിക്കുക, ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരക്കുക. പിന്നെ ഇനി കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എങ്ങോട്ടാ? സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് അല്ലേ? അല്ല, നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ്. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. എങ്കിൽ ആ സ്പ്രിങ്, അതായത് ആ ചാലകം, ആ കണ്ടക്ടർ AB എന്ന് പറയുന്ന കണ്ടക്ടർ എങ്ങോട്ട് മൂവ് ചെയ്യും? മുകളിലോട്ടാണോ താഴോട്ടാണോ? PQRS കാണിച്ചാൽ PQRS, അപ്പൊ എങ്ങോട്ടാണ് കറണ്ട്? ഇത് ഓണാക്കി കഴിഞ്ഞാൽ കറണ്ട് എങ്ങോട്ടാണ്? കറണ്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടാണ്. ഇതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ. ഇതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ. സി, ഫീൽഡ് എങ്ങോട്ടാണ്? ഇങ്ങനെയാണ് കാന്തം വെച്ചിട്ടുള്ളത്, ഇത് ഇങ്ങനെയാണ് മാഗ്നറ്റ് വെച്ചിട്ടുള്ളത്. ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്. അപ്പൊ ഫീൽഡ് എങ്ങോട്ടാണ്? അങ്ങോട്ട്. ഇതാണ് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഇങ്ങോട്ട്. എങ്കിൽ ഇതും കിട്ടി, ഇതും കിട്ടി. ഇതിനനുസരിച്ചിട്ടൊന്ന് വിരൽ അറേഞ്ച് ചെയ്തിട്ട് എങ്ങോട്ടാണ് ഇയാളുടെ ഡയറക്ഷൻ എന്ന് നോക്കുക. ഓക്കെ, അതൊരു ഹോംവർക്ക് ആയിട്ട് ചെയ്യുക, നന്നായി മനസ്സിലാക്കുക. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ മോട്ടോ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്ന 2 ഡിവൈസുകളെ കുറിച്ചിട്ടാണ്. അടുത്ത ക്ലാസ്സിൽ അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യപ്പെടും. ഓക്കെ.